നാടിന്റെ 4 ഭാഗം കത്തിപ്പിടിച്ചിരിക്കുക. ആ സമയത്തിരുന്ന് കളിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന മഹാൻ എല്ലാവരുടെയും സമാധാനം തകർത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ പറ, ആരാ ലോക്കപ്പിൽ കിടക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ തനിക്ക്? അവരെ ഒന്ന് കോടതി ഹാജരാക്കാൻ പോലും അവരെ കോടതിയിൽ ഹാജരാക്കില്ല. ആർക്കാണ് ഇവിടെ പൊള്ളുന്നേ? ആർക്കാ പൊള്ളുന്നത്? നിരപരാധികളായ കുറെ പേര് ലോക്കപ്പിലിട്ട് ചതച്ചപ്പോ തന്നെയൊക്കെ വായിലെന്തായിരുന്നു? എന്നിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പോയി പണി നോക്കാൻ പറയണോ? എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ? എന്നാ എനിക്കൊരു കാര്യം പറയാം. എനിക്ക് 1 മാസം അവധി വേണം. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് മാസം 3 ആയിട്ടുള്ളൂ. അതും പെൺകുഞ്ഞാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മാർത്താണ്ഡന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പോരെ? എനിക്കറിയാൻ തന്നെ, പക്ഷെ ചുറ്റും ശത്രുക്കളാ. എപ്പോഴാ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുന്നെന്ന് അറിയാൻ പറ്റില്ല. താനിനകത്ത് കയറി കഥ കളിച്ചിരിക്കുക. പുറത്തു നടക്കുന്ന വിപ്ലവമൊന്നും താൻ അറിയുന്നില്ലേ? ഒന്ന് അകത്തോട്ട് കയറിട്ടുണ്ട് പിള്ളച്ച. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധം, മറുവശത്ത് അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പ്രശ്നമാകെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ ഗുരുതരമാകാതിരിക്കും? ഇങ്ങേരല്ലാതെ എങ്ങാണ്ട കൊടുത്ത ഒരു പോക്കിരിയെ കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറെ കസേരയിരുത്തും. അല്ലെങ്കിൽ തന്നെ ഒരു മന്ത്രിക്കും കൂടി കലാപത്തിൽ പങ്കുണ്ടെന്നാ പറച്ചില്. ഇനി ആ CI എങ്ങാനും അവന്മാരിടിച്ച് നമ്മുടെ വല്ലവരുടെയും പേര് പറയിപ്പിച്ച തെണ്ടിപ്പോവും. അല്ലേ മേന്നെ? പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കിംവദന്തി കൂടെ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നുണ്ടെന്ന്. ഇനി അവരെങ്ങാനും കയറി വല്ല 356 വകുപ്പ് പ്രയോഗിച്ചു കളയോ? പ്രയോഗിക്കട്ടോ? തനിക്കെന്താ പേടിയുണ്ടോ? 356 അതൊരു വകുപ്പാ. ഈ മന്ത്രിസഭ പോയാൽ ഇവിടെ വേറൊരു മന്ത്രിസഭ വരും. ഒന്ന് കാലുമാറി ചവിട്ടാൻ നാണക്കേടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിലും മന്ത്രിമാരാവാം. ഇതാ പറഞ്ഞത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാലും ഇതൊക്കെയാ സ്ഥിതി. ഇതേ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ഒക്കെ വരുത്തി വെച്ചതാ. ഇല്ലേ പിള്ളേച്ചാ? ആര് വരുത്തി കൂട്ടിയെന്ന്? ഞാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തീയിൽ ചവിട്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. അത് ഓർത്ത് വേണം എന്നോട് സംസാരിക്കാൻ. ഇങ്ങനെ ഇമോഷണൽ ആയാലോ? നിങ്ങൾ ആ ഇൻസ്പെക്ടറെ വിളിച്ച് ഒന്നുകൂടി സംസാരിക്കും. അതോ ഞാൻ സംസാരിക്കണം? നോ, ഇനി അയാളൊരു സംസാരവും ഇല്ല. ഇതാ ബെയിൽ ഓർഡർ. അകത്ത് കിടക്കുന്നവരെ ഇറക്കി വിടണം. സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. യെസ്, ഞാൻ ജബ്ബാറാ. കുറച്ച് ആൾക്കാർ ഒന്ന് സ്റ്റേഷൻ ആക്രമിക്കുന്നു. സാർ ഉടനെ വരണം. ഹലോ ഹലോ. ഹലോ, ആരാടോ ഈ രാത്രിയില്? ഞാനാ സർ, ജയചന്ദ്രൻ. സാർ, GK കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും ജാമ്യത്തിലെടുക്കാനാണെന്ന് പറഞ്ഞു വന്ന ഒരു സംഘം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പൂവന സ്റ്റേഷൻ ആക്രമിച്ചു സർ. അപ്പോ CI അമർനാഥ് ഒരടി അയാൾക്കും കിട്ടിയിട്ടുണ്ട് സർ. ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. പരിക്ക് ഗുരുതരാണോ? അല്ലെന്നാണ് അറിവ്. പോലീസ് സ്റ്റേഷൻ ആക്രമണമല്ലേ? ഇന്നൊരൊറ്റ എണ്ണത്തിന് വീട്ടിൽ കിടത്തി ഉറക്കരുത്. പൂമനം കടപ്പുറത്തുള്ള എല്ലാ കുടിലുകളിലും ഈ രാത്രി തന്നെ കയറി ഇറങ്ങി നിരങ്ങണം.
പോണ്ട, ഞാൻ പറയുന്നത്. അമർനാഥ്, ഞാൻ പറയുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഇനിയുണ്ട് അവിടെ. പോകുന്നത് അങ്ങോട്ടാണോ? പറയണം ഇൻസ്പെക്ടർ. അർദ്ധരാത്രിയിൽ കുറെ പോലീസുകാർക്കൊപ്പം ചെന്ന് ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചത് കർമ്മധീരനായ ഈ പോലീസ് ഓഫീസറിന്റെ യോഗ്യത തെളിയിക്കാനായിരുന്നെങ്കിൽ ഇനിയുണ്ട് അവിടെ ചോരി നീരുള്ള പെൺകുട്ടികൾ. ചെന്നിനി യോഗ്യത തെളിയിക്കുക. നിങ്ങൾ മൂലം നഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ മാനം തിരിച്ചു കൊടുക്കാൻ ഈ ഗർജന കൊണ്ടാകില്ല മിസ്റ്റർ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇവിടെ കിടന്ന് തുള്ളിയത്? എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പ കയറെടുത്തോണം. മോളെ, എന്റെ മോന്റെ അറിവോടെ ആയിരുന്നില്ല ഒന്നും. സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നവരുടെ അടിയേറ്റ് വീണ എന്റെ മോനെ പോലീസുകാരാ ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചത്. ഇന്ന് രാവിലെ കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നത്. നിരപരാധികളുടെ കൂമ്പിടിച്ച് കലക്കാനായിരുന്നെങ്കിൽ കയ്യിലുമുണ്ടും തലയിൽ വട്ടക്കെട്ടുമുള്ള കുറെ തെമ്മാടി വിട്ടാൽ മതിയായിരുന്നു. കാക്കിയിട്ട് കഴിഞ്ഞാൽ കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്യാനുള്ള ലൈസൻസ് ആയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. യു ഷട്ട് അപ്പ്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് താൻ ഉൾപ്പെടെയുള്ള കുറെ പോലീസുകാരെ നിർദ്ദേശം മർദ്ദിച്ച ആരെ മർദ്ദിച്ചു? ആ പാവ സ്ത്രീകളോ? ചകിരി പിരിച്ചും മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ മനുഷ്യരോ? ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാരായിരുന്നു പോലീസുകാര്. ഇതിന്റെ പേരാണ് ഗുണ്ടായിസം, പോലീസിന്റെ ഗുണ്ടായിസം. ഇതിനൊക്കെ വഴിവെച്ച താനെടുത്തനാ. രണ്ടും മതനേതാക്കളെയാണ് തന്നെ ഇഷ്ടപ്രകാരം മർദ്ദിച്ചകത്തിട്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയോ? എന്നിട്ടിപ്പോ അക്രമം കാണിച്ച തെമ്മാടികളെ പിടിക്കാൻ പോലീസ് അല്പം ബലം പ്രയോഗിച്ചെന്ന് കരുതി പോലീസ് ബലം പ്രയോഗിക്കേണ്ടത് 19-18 വയസ്സുള്ള പെൺപിള്ളേരുടെ നെഞ്ചത്തോട്ടല്ല. നടപടി എടുക്കേണ്ടത് തന്റെ പേരിലാണ്. അച്ചടക്ക ലംഘനത്തിന്, അധികാര ദുർവിനിയോഗത്തിന്. ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ ഇന്ന് നേരമായിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ. എന്താണോ നോക്കുന്നത്? ഇറങ്ങി പോണോ? പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇനി പറ, ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണുകൂട്ടി കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത്? സാറ് പറ, ഞാൻ ചെയ്യാം. താനെന്താ പരിഹസിക്കണോ? അയ്യോ, IPS റാങ്കുള്ള സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ സാറെ പരിഹസിക്കുന്നത്? പിന്നെ സത്യം പറയാമല്ലോ, എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് വിറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും 3 നേരം പാൽപ്പായസം കുടിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് വരട്ടരുത്. വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതങ്ങ് തിരിച്ചു കൊടുത്തേര്. സാറിന് ആവശ്യമുള്ളത് എന്നോട് പറ, ഞാൻ തരാം. പറഞ്ഞു തീർന്നിട്ടില്ല. എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ട് ഞാൻ തന്നെ ഓടിക്കും. അതെ, ഈ യൂണിഫോം അഴിച്ചു വെച്ചൊരു ലുങ്കി മടക്കി കുത്തിയാലുണ്ടല്ലോ, ഞാൻ തനിച്ചെറ്റയാ തറ. സാല്യൂട്ട് ചെയ്യുന്ന സുഖമായിരിക്കില്ല. ദാ ഇതുകൊണ്ടൊന്ന് കവളത്ത് കിട്ടിയ നല്ല ബെസ്റ്റ് ഇടിയാനിരിക്കും, ഒരു ദാക്ഷിണ്യമില്ലാത്ത ഇടി. അതുകൊണ്ട് ഇതെന്റെ ശരീരത്തൊന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന്. ഇറങ്ങ. ആ, താൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ആ FIR അവിടെ. According to the section 120th Act B in Indian Penal Code, conspiracy, അതായത് ഗൂഢാലോചന, and for leading the violent mob, അക്രമത്തിന് നേതൃത്വം കൊടുക്കൽ. വൈകിപ്പോയ അമൃതാസ്, താൻ ഈ FIR-ൽ പറഞ്ഞിരിക്കുന്ന അതേ കുറ്റങ്ങൾ കോടതിയിൽ ഏറ്റുപറഞ്ഞ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പ്രതിയായി ഇവനെ താൻ അറിയില്ലേ? ഞാൻ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയത് കൊണ്ട് പറയല്ല. ഇനിയിപ്പോ ഇവരെ ഹാജരാക്കിയത് കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല, അല്ലേ വക്കീലേ? അതെ, ഒരേ കേസിൽ 2 കൂട്ടം പ്രതികളെ ഹാജരാക്കിയാൽ അവസാനം വിധി പറയുമ്പോ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ 2 കൂട്ടരും രക്ഷപ്പെടും. അത് അറിയില്ലേ ഇൻസ്പെക്ടർക്ക്? ഇനിയിപ്പോ ഇവരെ വിട്ടുകൊടുക്കുന്ന ആ ബുദ്ധി, അല്ലെങ്കിൽ സാറ് വെറുതെ മനപ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കും തനിക്കും ഒക്കെ മുകളിൽ വേറെയും ചിലരില്ലേ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ. അവര് വിചാരിച്ചാൽ 24 മണിക്കൂർ പോലും തികച്ചു വേണ്ട പല കുറ്റവാളികളും രക്ഷപ്പെടാൻ. ഈ മെഡിക്കലെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വിലങ്ങിട്ട് ഞാൻ വരെ പൂട്ടും. അന്നും കാണണം ചുണ്ടലി ചിരി. എടാ